പുതിയ സാങ്കേതികവിദ്യയുടെ വളർച്ചാഘട്ടം. ഉയർന്ന ഓഹരിയുള്ള സാങ്കേതിക സംരംഭങ്ങളുടെ ലോകത്ത് ഒരു നിർണായകവും പലപ്പോഴും അടയാളപ്പെടുത്താത്തതുമായ ഒരു പരിധി നിലവിലുണ്ട്. തിരിച്ചുവരാൻ സാധിക്കാത്ത അവസ്ഥ അഥവാ പോയിന്റ് ഓഫ് നോ റിട്ടേൺ. ഇത് ഒരു വലിയ പരാജയത്തിന്റെ നിമിഷമല്ല, മറിച്ച് നിർണായകമായ ഒരു പ്രതിബദ്ധതയാണ്. ഇവിടെ സമയത്തിന്റെയും മൂലധനത്തിന്റെയും പേരിന്റെയും നിക്ഷേപം വളരെ വലുതായിരിക്കും. അതുകൊണ്ട് തന്നെ പിന്നോട്ട് പോകുന്നത് മുന്നോട്ട് കുതിക്കുന്നതിനേക്കാൾ വലിയ വെല്ലുവിളിയാകും. ഈ അവസ്ഥയിൽ എത്തുക എന്നത് ഏതൊരു വലിയ സ്റ്റാർട്ടപ്പിനും അനിവാര്യമാണ്. എന്നാൽ ഇതിനെ അതിജീവിക്കുന്നവരാണ് കേവലം നിലനിൽക്കുന്നവരിൽ നിന്ന് സ്ഥാപനപരമായ അടിത്തറയുള്ളവരായി മാറുന്നത്. വളർച്ചയുടെ വേദനകളായി കടന്നുവരുന്ന ബഗ്ഗുകളുടെ അനിവാര്യമായ ആക്രമണങ്ങൾ. ഏതൊരു പുതിയ സാങ്കേതികവിദ്യയുടെയും ആദ്യഘട്ടങ്ങളിൽ നമ്മൾ കാണുന്നത് മിനുസപ്പെടുത്തിയ പൂർണ്ണതയല്ല, മറിച്ച് സാധ്യതകളുടെ കുഴപ്പങ്ങൾ നിറഞ്ഞ എന്നാൽ ഫലഭൂയിഷ്ഠമായ ഒരു ഇടമാണ്. നിങ്ങളുടെ ഉൽപ്പന്നത്തിന്റെ ആദ്യ പതിപ്പ്, അതായത് ഏറ്റവും കുറഞ്ഞ പ്രവർത്തനക്ഷമതയുള്ള ഉൽപ്പന്നം, രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഒരു പരുക്കൻ ഡ്രാഫ്റ്റ് ആയിട്ടാണ്. ഈ ഘട്ടത്തിലാണ് സംരംഭം സാങ്കേതികപരമായ ബഗ്ഗുകളും മുൻകൂട്ടി കാണാത്ത വെല്ലുവിളികളും നിറഞ്ഞ ഒരു അഗ്നികുണ്ഡത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഇവ കഴിവില്ലായ്മയുടെ ലക്ഷണങ്ങളല്ല, മറിച്ച് പരിധികൾ ഭേദിക്കുന്നതിന്റെ സ്വാഭാവിക ലക്ഷണങ്ങളാണ്. എന്റെ മെഷീനിൽ ഇത് വർക്ക് ചെയ്യും എന്ന സിൻഡ്രോം ഒരു ഉദാഹരണമാണ്. നിയന്ത്രിത ഡെവലപ്മെന്റ് അന്തരീക്ഷത്തിൽ കുറ്റമറ്റ രീതിയിൽ പ്രവർത്തിച്ച ഒരു ഫീച്ചർ യഥാർത്ഥ ഉപയോക്താക്കളുടെ അപ്രതീക്ഷിത ലോഡിന് കീഴിൽ തകർന്നു വീഴുന്നു. സ്കേലബിലിറ്റി പേടി സ്വപ്നങ്ങൾ. 100 ഉപയോക്താക്കളെ ഭംഗിയായി പിന്തുണച്ച ആർക്കിടെക്ചർ 10,000 പേരുടെ ഭാരത്തിന് കീഴിൽ തളരുന്നു. ഇത് വേദനാജനകവും വേഗത്തിലുള്ളതുമായ പുനരൂപകൽപ്പന ആവശ്യപ്പെടുന്നു. സുരക്ഷാ ദുർബലതകൾ. കോഡ് ബേസ് വളരുകയും ശ്രദ്ധ ആകർഷിക്കുകയും ചെയ്യുമ്പോൾ അപ്രതീക്ഷിതമായ കുറവുകൾ ഉയർന്നുവരുന്നു. ഓരോ അപ്ഡേറ്റും ഒരു സാധ്യതയുള്ള ബാധയായി മാറുന്നു. ഇന്റഗ്രേഷൻ പ്രശ്നങ്ങൾ. നിങ്ങളുടെ മികച്ച പുതിയ സോഫ്റ്റ്വെയർ നിങ്ങളുടെ ഉപഭോക്താക്കൾ ഇതിനകം ഉപയോഗിക്കുന്ന നിലവിലുള്ള സിസ്റ്റങ്ങളുമായി ആശയവിനിമയം നടത്താൻ പാടുപെടുന്നു. ഇത് അനുയോജ്യതാ പ്രശ്നങ്ങളുടെ ഒരു വെബായി മാറുന്നു. ഈ ഘട്ടം രാത്രി വൈകിയുള്ള ജോലികളും ഭ്രാന്തമായ പാച്ചുകളും ആകാംക്ഷ നിറഞ്ഞ സപ്പോർട്ട് ഇമെയിലുകളും നിറഞ്ഞതാണ്. വിമാനത്തിൽ പറക്കുമ്പോൾ തന്നെ വിമാനം നിർമ്മിക്കാൻ ശ്രമിക്കുന്നതുപോലെയാണ് ഇത് അനുഭവപ്പെടുക. ടീമിനെ സംബന്ധിച്ചിടത്തോളം ഇത് അവരുടെ അതിജീവന ശേഷിയുടെയും കഴിവിന്റെയും മനോവീര്യത്തിന്റെയും ഒരു പരീക്ഷണമാണ്. ഇത് പോരാട്ടത്തിന്റെയും വളർച്ചയുടെയും ഒരു സമന്വയമാണ്. ഈ സാങ്കേതികപരമായ കുഴപ്പങ്ങളുടെ കാലഘട്ടം സംരംഭത്തിന്റെ വിപണിയിലെ ഏറ്റവും ദുർബലമായ അവസ്ഥയുമായി ഒത്തുപോകുന്നു. നിങ്ങൾ ഒരേ സമയം 2 പോരാട്ടങ്ങൾ നടത്തുകയാണ്. 1. ആന്തരിക പോരാട്ടം. പ്രധാന സാങ്കേതികവിദ്യയെ ഡീബഗ് ചെയ്യുക, ഒപ്റ്റിമൈസ് ചെയ്യുക, സ്ഥിരപ്പെടുത്തുക. 2. ബാഹ്യമായ പോരാട്ടങ്ങൾ. ആദ്യത്തെ വിശ്വസ്തരായ ഉപഭോക്താക്കളെ നേടുക. അടുത്ത റൗണ്ട് ഫണ്ടിംഗ് സുരക്ഷിതമാക്കുക. മത്സരാർത്ഥികളെ പ്രതിരോധിക്കുക. ഈ 2 പോരാട്ടങ്ങൾക്കിടയിലെ സമന്വയത്തിലാണ് ബുദ്ധിമുട്ടും വലിയ വെല്ലുവിളിയും നിലനിൽക്കുന്നത്. ഒരു വലിയ സാങ്കേതിക പരാജയം കഠിനാധ്വാനം ചെയ്ത് നേടിയ ഉപഭോക്തൃ വിശ്വാസത്തെ തകർക്കും. തിരിച്ചും ഉപയോക്താക്കളുടെ എണ്ണത്തിലെ വർധനവ് നിങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങളിലെ നിർണായകമായ ബലഹീനതകളെ തുറന്നുകാട്ടും. ഇത് മുഴുവൻ സംരംഭത്തെയും തകർക്കാൻ സാധ്യതയുണ്ട്. ഉൽപ്പന്നവും വിപണിയും സാങ്കേതികവിദ്യയും നിരന്തരമായ, പലപ്പോഴും ശക്തമായ ഒരു നൃത്തത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു തുടർച്ചയായ ഫീഡ്ബാക്ക് ലൂപ്പാണിത്. തിരിച്ചുവരാൻ സാധിക്കാത്ത ഈ അവസ്ഥ എവിടെയാണ്? ഇതൊരു ഒറ്റ സംഭവമല്ല, മറിച്ച് നിരവധി ഘടകങ്ങളുടെ സംഗമമാണ്. 1. കാര്യമായ മൂലധനം നിക്ഷേപിക്കപ്പെടുമ്പോൾ. നിക്ഷേപകരുടെ ഫണ്ടുകളും നിങ്ങളുടെ സ്വന്തം സമ്പാദ്യവും ആഴത്തിൽ പ്രതിബദ്ധമാകുമ്പോൾ ഉപേക്ഷിക്കുന്നതിന്റെ സാമ്പത്തികവും മാനസികവുമായ ചെലവ് വളരെ കൂടുതലാകുന്നു. 2. പൊതുരംഗത്തേക്കുള്ള പ്രവേശനവും ഉപഭോക്തൃ ആശ്രിതത്വവും. നിങ്ങൾ ഇനി രഹസ്യമായി പ്രവർത്തിക്കുന്ന ഒരു സ്റ്റാർട്ടപ്പല്ല. അവരുടെ ജോലിക്കോ ദൈനംദിന ജീവിതത്തിനോ നിങ്ങളുടെ ഉൽപ്പന്നത്തെ ആശ്രയിക്കുന്ന യഥാർത്ഥ ഉപഭോക്താക്കൾ നിങ്ങൾക്കുണ്ട്. കാര്യമായ പ്രശസ്തിക്ക് കോട്ടം വരുത്താതെ സെർവറുകൾ ഓഫ് ചെയ്യുന്നത് ഇനി സാധ്യമല്ല. 3. പ്രതിബദ്ധതയുള്ള ഒരു ടീം. സ്ഥിരമായ ജോലികൾ ഉപേക്ഷിച്ച് ഈ കാഴ്ചപ്പാടിൽ പന്തയം വെച്ച ഒരു കഴിവുള്ള ടീം നിങ്ങൾക്കുണ്ട്. തിരിച്ചുപോവുക എന്നതിനർത്ഥം അവരെ നിരാശപ്പെടുത്തുകയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിവുള്ള ആ യൂണിറ്റിനെ പിരിച്ചുവിടുകയും ചെയ്യുക എന്നാണ്. ഈ പരിധി കടന്നാൽ ചിന്താഗതി നമുക്കിത് ചെയ്യാൻ കഴിയുമോ എന്നതിൽ നിന്ന് നമ്മൾ ഇത് എങ്ങനെ ചെയ്യും എന്നതിലേക്ക് മാറണം. മുന്നോട്ട് പോകാനുള്ള പാത മാത്രമാണ് അവശേഷിക്കുന്ന ഏക പാത. അവസാനമായി, ഈ പ്രാരംഭ ഘട്ടത്തെ അതിജീവിക്കുന്നതാണ് ഒരു യഥാർത്ഥ പ്രതിരോധശേഷിയുള്ള കമ്പനിയെ വാർത്തെടുക്കുന്നത്. നിങ്ങൾ ഇല്ലാതാക്കുന്ന ബഗ്ഗുകൾ നാളത്തെ ശക്തമായ ഫീച്ചറുകളായി മാറും. സ്കേലബിലിറ്റി പ്രതിസന്ധികൾ ദശലക്ഷങ്ങളെ പിന്തുണയ്ക്കുന്ന ആർക്കിടെക്ചർ നിങ്ങളെ പഠിപ്പിക്കും. നിസ്സഹായരായ ഉപഭോക്താക്കളിൽ നിന്നുള്ള സപ്പോർട്ട് കോളുകൾ നിങ്ങളുടെ പ്രധാന നേട്ടമായി മാറുന്ന ഉപഭോക്തൃ സ്നേഹത്തിന്റെ ഒരു സംസ്കാരം കെട്ടിപ്പടുക്കും. തിരിച്ചുവരാൻ സാധിക്കാത്ത അവസ്ഥ സാങ്കേതിക സംരംഭങ്ങൾക്ക് ഒരു ശവകുടീരമല്ല, അതൊരു അഗ്നിസ്നാനം ആണ്. ഈ കുഴപ്പങ്ങളെ ആശ്ലേഷിക്കുകയും ഓരോ തകർച്ചയിൽ നിന്നും പഠിക്കുകയും
അനിശ്ചിതത്വത്തിലൂടെ മുന്നോട്ടു പോകുകയും ചെയ്യുന്നവർ കേവലം ബഗ്ഗുകൾ പരിഹരിക്കുക മാത്രമല്ല ചെയ്യുന്നത്. അവർ നമ്മുടെ ഭാവിയെ നിർവചിക്കുന്ന അടിസ്ഥാന സാങ്കേതികവിദ്യകൾ നിർമ്മിക്കുകയാണ്. തിരിച്ചുവരാൻ സാധിക്കാത്ത അവസ്ഥയ്ക്ക് അപ്പുറത്തുള്ള യാത്രയിലാണ് മഹത്തായ കമ്പനികൾ പിറക്കുന്നത്. നമുക്ക് വിഷണറിമാരായ മിസ്റ്റർ ആഷമുഫാറയും അദ്ദേഹത്തിന്റെ അടുത്ത ഉപദേഷ്ടാക്കളും സാങ്കേതിക ടീമുകളും വിക്ടറി വിത്ത് ആഷ് പ്ലാറ്റ്ഫോം എന്ന പഠനവാഹനവും എല്ലാറ്റിനുമുപരിയായി ഈ ദൗത്യത്തിൽ വിശ്വസിക്കുന്ന വിശ്വസ്തരായ ആളുകളുമുണ്ട്. മിസ്റ്റർ ആഷമുഫാറയുടെ പുതിയ കമ്പനിയുടെ വലുതും ധീരവുമായ മനോഹരമായ പങ്കുവെച്ച സ്വപ്നത്തിലേക്ക് നമ്മെ എത്തിക്കാൻ ഏതൊരു ദിശയിലേക്കും സഞ്ചരിക്കാൻ അവർ തയ്യാറാണ്. ഈ ശബ്ദം ശ്രവിച്ച എല്ലാവർക്കും നന്ദി. സത്യസന്ധമായ വാർത്തകൾ വേഗത്തിൽ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ഐക്കൺ അമർത്തുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക.